വീഡിയോ ഓൺ ചെയ്യുന്നു, കറണ്ട് പോകുന്നു, വീഡിയോ ഓൺ ചെയ്യുന്നു, കറണ്ട് പോകുന്നു. എഴുതി തീർത്ത വരികൾ ബെസ്റ്റ് മെമ്മറിയാണ് ഇത്. ഈ ഒരു തിരിച്ചു വരാത്ത നിമിഷങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഏത് ദുനിയാവിൽ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ ജീവിച്ചു വരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാരിറ്റി കൊണ്ടു എനിക്കൊരു സംശയമുണ്ട്. സഹിക്കേട്ടാ, വേറെ എനിക്കൊന്നും പറയാനില്ല. ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്ന് രാവിലെ എണീറ്റപ്പോ എനിക്ക് തോന്നി എന്റെ റൂം എന്തെങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അപ്പൊ ക്ലീൻ ചെയ്യാൻ പോയ സമയത്താണ് എന്റെ കൂടെയുള്ള കുറച്ച് സാമഗ്രികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പെട്ടിയിലാക്കി എടുത്തു വെക്കാൻ പോകണം ഗൈസ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളിവിടെ കാണിക്കാന്ന് എനിക്ക് വിചാരിച്ചു. ഞാൻ ഈ വീഡിയോ രാവിലെ തൊട്ട് എടുക്കാൻ നിന്നാണ് ഗൈസ്. ഞാൻ ഇന്ന് റൂം വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് എന്റെ രാവിലെ തൊട്ട് ഞാൻ ഇന്ന് റൂം വൃത്തിയാക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഒരുമിച്ച് എടുക്കാണ്ടിരിക്കുക. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നു, കറണ്ട് പോകുന്നു, വീഡിയോ ഓൺ ചെയ്യുന്നു, കറണ്ട് പോകുന്നു. വൈകുന്നേരം 7:30, 7:45 എന്നിട്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്നു, കറണ്ട് പോകുന്നു, മഴ പെയ്യുന്നു, കറണ്ട് പോകുന്നു. മെയിൻ കാര്യം എന്താ അറിയോ, എന്റെ റൂം ഞാൻ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ പഠിച്ചത് TTC ഓർ DLED എന്നുള്ള കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ കോഴ്സിന്റെ ഒരു കിടപ്പ് എന്നുള്ളത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് കിട്ടാൻ നമ്മുടെ മനസ്സിങ്ങനെ ഒന്ന് കഴിഞ്ഞെങ്കിലും തോന്നും. പക്ഷെ കഴിഞ്ഞപ്പോ ഒരു ചാർട്ട് എഴുതാൻ കഴിയുന്നതിനെ ഒരു ചാർട്ട് ഇരുന്ന് എഴുതിയാലോ, കുറച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കിയാലോ, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വരാൻ തുടങ്ങി. ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു കോഴ്സ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മള് എന്തോ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്ന, പക്ഷെ നല്ലോണം മിസ് ചെയ്ത ഒരു കോഴ്സ് തന്നെയായിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ പോയ സ്കൂളിലെ പിള്ളേരെ, കുട്ടികൾ, അവരെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു സംഭവം അതെപ്പോഴും ഉണ്ടാവും. പിള്ളേർ, നമ്മൾ പരിചയപ്പെട്ട പിള്ളേർ ഇപ്പോഴും നമുക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, ആസ് എ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ ട്രെയിനി എന്നുള്ള നിലയിൽ. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഇഷ്ടംപോലെ റെക്കോർഡുണ്ട്. ഞങ്ങൾക്ക് 18ഓളം റെക്കോർഡുകൾ ഞങ്ങൾ എഴുതി തീർത്തിട്ടുണ്ട്. അതാണ് DLEDന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നത്. ഫയൽസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊക്കി പിടിച്ച് കാണിച്ചു തരാൻ മതിയാണ്. രാത്രി 3 മണി 4 മണി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ജീവിതത്തിൽ. അത് ഞാൻ കണ്ടു ഈ ഒരു കോഴ്സ് കാരണം. നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടുകാരുമായിട്ടുള്ള ഒരു റിലേഷൻസ്, ഒരു ഇത് അതിങ്ങനെ മെല്ലെ വിട്ടു പോകും. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ദുനിയാവിൽ കൊണ്ടിട്ടാലും നമ്മൾ അവിടെ ജീവിച്ചു വരുന്നത്. നമുക്ക് ക്യാമ്പ് ഉണ്ടാവും, ടൂർ ഉണ്ടാവും, ഇന്റേൺഷിപ്പ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് എല്ലാവിധ കഴിവും നമ്മൾ നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ പഠിപ്പിക്കൽ മാത്രമല്ല അവിടെ ചെയ്യുന്നത്. നമ്മളൊരു അമ്മയാകുന്നു, ഡോക്ടർ ആകുന്നു, നേഴ്സ് ആകുന്നു, പിന്നെ ആരൊക്കെയോ ആകുന്നുണ്ട്. പക്ഷെ ടീച്ചർമാർക്ക് വേണ്ടി ഒരു ബുക്ക് ഉണ്ടാകും. ആ ബുക്ക് നമ്മൾ പഠിക്കണം, എന്നിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ക്ലാസ് കയറുന്നതിന് മുന്നേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എഴുതേണ്ട ഒരു ബുക്ക് ഉണ്ട് ഗൈസ്, ടീച്ചിങ് മാനുവൽ എന്ന് പറയും. ആ ഒരു സംഭവം ഒന്നും പറയാനില്ല, നന്നായിരുന്നു. ഞാൻ ഈ കോഴ്സിന് വേണ്ടിയിട്ട് കുറേ സ്കെച്ചസ് അല്ലെങ്കിൽ പെൻസിൽസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പാക്കേജിലാണ് ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ചാർട്ടിലൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ മറ്റേ പിൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പിന്നാണ്. അതുകൊണ്ട് നമുക്ക് ചാർട്ടിൽ എഴുതുമ്പോൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യണം. സോ പിന്നെ ഞാൻ മേടിച്ചത് ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക് കളേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്മോൾ, ഇത് എന്റെ ഫേവറേറ്റ്, കാമലിന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാലിഗ്രാഫിയുടെ ഒരു ബോക്സ് ആണ്. അതിലും കുറെ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ഇതിന്റെയൊക്കെ ലിങ്ക് വേണ്ടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ള ഗൈസ് ഈ ഒരു ഗ്ലോബ് കഥയുണ്ട്. എന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ച ഗ്ലോബാണ്. ജീവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഗൈസ് ഞങ്ങൾക്ക് ആക്സിഡന്റ് ആയത്. സ്മാരകം പോലെ ഞങ്ങൾ കൊണ്ട് നടക്കും. എത്ര മാർക്കറ വാങ്ങിച്ചു കൂട്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. കൈ നിറച്ചു മാർക്കറായിരുന്നു. എന്തിനോ വേണ്ടി കുട്ടികളെ പറ്റിക്കാൻ. ക്ലാസ്സിൽ LP ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണിത്, കുട്ടികളെ പറ്റിക്കുക. അതായത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കൊരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്കിതിങ്ങനെ ഒരു സംഭവം സ്റ്റാമ്പ് ആയിരിക്കും. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ
പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു വാട്ടർ കളറാണ്. ഇത് വന്നിട്ട് നമുക്ക് ഡോംസിന്റെ വരുന്നത് കേട്ടോ. എന്ന് വെച്ചാല് ഈ ഒരു സ്റ്റിക്കാണ്, ഒരു ലൈനറാണ് ഇത്. നമുക്ക് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ബോർഡേഴ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, കാരണം എളുപ്പപ്പണിക്ക് ഞാൻ വേഗം വരച്ചു കൊടുക്കും. ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇതില്ലാണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. ചില സമയത്ത് ഒരു മെയിൻ സാധനം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. എഴുതി തീർത്ത വരികൾ, ഇത്രയും പെണ്ണ് ഞാൻ എഴുതി തീർത്തു എന്ന് ആലോചിക്കുമ്പോൾ. കുറച്ച് പെൻസ് ഒരു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൗച്ച് കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. അതൊരു ബോക്സ് മേടിച്ച് വെക്കുക ചെയ്യാം. അപ്പൊ അതിൽ ഇനിയൊരു 4 കൂടി ബാക്കിയുണ്ട്. ചാർട്ട് നമ്മളൊരു ടീച്ചിങ് പ്രാക്ടീസ് പോകുന്ന സമയത്ത്, നമ്മൾ കോഴ്സിൽ 2 പ്രാവശ്യമാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 2 തവണയും പോകുമ്പോൾ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്ക് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാർട്ട് എന്ന് പറയുന്നത്. ഒരു ചാർട്ടിന് 10 രൂപ വീതമാണ് ചെലവാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടി തിളച്ച സാമ്പാറാണെന്നൊക്കെ ആലോചിക്കാൻ. കോഴ്സിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കം, അല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ള മടി, അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ തോന്നും. ഒരു മനസമാധാനം നമുക്ക് ഉണ്ടാവില്ല. ഭയങ്കര ഒരു പ്രഷർ ആയിരിക്കും മൈൻഡിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിപ്പോ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ദിവസങ്ങളൊക്കെ എത്ര രസമുള്ളതായിരുന്നു, ഇല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നല്ല രസമുള്ളതായിരുന്നു. ക്ലാസ്സിലാണെങ്കിലും അതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് ഇപ്പൊ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളൊരു റീക്യാപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലാസ്സില്. അപ്പോഴാണ് നമ്മളിങ്ങനെ തിരിച്ചു വരാത്ത നിമിഷങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് എല്ലാ കാര്യങ്ങള് ഒരു സംഭവങ്ങൾ വേറെയൊക്കെ പോവാണ്ടിരിക്കാണ്. കുറച്ച് കാര്യങ്ങള് ഒരു മെമ്മറീസ് പോലെ നമുക്ക് സൂക്ഷിക്കാം എന്ന് വിചാരിച്ചു. മെമ്മറീസ് ആയിട്ട് എടുത്തു വെച്ചാൽ ഫസ്റ്റ് സംഭവമാണ് കേട്ടോ ഇതിന്ന് വന്നിട്ട് ഞാൻ LP ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് കുട്ടികൾ എനിക്ക് എന്റെ ടാഗിൽ ഒപ്പിച്ചു തന്ന സാധനമാണ്. അപ്പൊ സ്റ്റിക്കർ ഭയങ്കര കുട്ടികളുടെ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ അവർ പൈസ കൊടുത്ത് മേടിക്കും. എന്നിട്ട് ഇതിൽ കുറെ എണ്ണം ഉണ്ട് കേട്ടോ, ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതെനിക്ക് കുട്ടികൾ തന്നതാണ്. അപ്പൊ മെമ്മറി എന്നുള്ള രീതിയിൽ ഞാനിത് സേവ് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നാണ് ഈ ഒരു കുട്ടി ഫ്രോക്ക്. ഇതിന്റെ പിന്നാലെ കഥകളുണ്ട്. അപ്പൊ സോ ഇതിങ്ങനെ വെറുതെ പെട്ടിയിലാക്കി എടുത്തേക്കണ്ട എന്നുള്ള ഒരു സാധനം. വർക്ക് കൊടുത്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്താണ്. പക്ഷെ അവളുടെ ആത്മാർത്ഥം മൊത്തം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതൊന്ന് ഇങ്ങനെ എല്ലാത്തിന്റെ ഇടയിൽ വെക്കാൻ തോന്നില്ല, ജസ്റ്റ് ഒരു ഫ്രെയിം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്പ്രേ പെയിന്റിങ് ചെയ്തതാ. അപ്പൊ എനിക്കിത് കളയാൻ തോന്നുന്നില്ല, ജസ്റ്റ് എടുത്ത് വെച്ചു. ഞാൻ ചെയ്ത കുറച്ച് പെയിന്റിങ്സ് ഞാൻ ഫ്രെയിം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പെയിന്റിങ് ഇതാണ്. കുറച്ച് കാര്യം കൂടി കാണിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു സാധനം. ഇത് നമ്മൾ മാത്സിൽ പ്ലേസ് വാല്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നിന്നും ചീന്തിയെടുത്ത ഇതളുകളാണ്. ഒരു കുട്ടി തോണി എടുത്തിട്ടുണ്ട്. പിന്നെ മാത്സിൽ സംബന്ധിച്ചിട്ടുള്ള ഒരു ടാൻഗ്രാം, അത് ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത്. പിന്നെ ഒരു കുട്ടി ഫിഷ്, ഒരു കുഞ്ഞു വീട് ഫസ്റ്റ് പോയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ്. ഇംഗ്ലീഷിൽ ഒരു ഷൂ മേക്കറിന്റെ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഷൂ മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഷൂ ഒക്കെ ഉണ്ടാക്കിയിട്ടാ. അപ്പൊ ഞാനത് ഇത് ചെയ്തു, ആ ഷൂ മാത്രം അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഒരു ഫ്രെയിം പോലെ ചെയ്ത് ചുമരിൽ തൂക്കാൻ വിചാരിച്ചു. കുഞ്ഞു പൂമ്പാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. കാർഡ്ബോർഡിൽ അരിയൊക്കെ ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ കൂടെ പെയിന്റിങ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോ ഇതിൽ കുറച്ച് അരിയൊക്കെ പോയി. ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനിത് ഒന്നുകൂടി കളർ ചെയ്താണ്. കളറൊക്കെ ചെയ്ത് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. ഒരു വോൾ ഡെക്കോറാണ്. അപ്പൊ ഇതും കൊണ്ടുള്ള മെമ്മറി എന്താണെന്ന് വെച്ചാൽ ഓൺ ദി സ്പോട്ടാണ് ഗൈസ്. 2 മിനിറ്റ്സ് കൊണ്ട് ഞാൻ വരച്ചു, കുട്ടികൾക്ക് കാണിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറിയാണ് ഗൈസ് ഇത്. ഈ ഒരു പിക്ക് ഞാൻ വരയ്ക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരയ്ക്കുന്ന പറഞ്ഞിട്ട് വരച്ച ഒരു പിക്ചറാണിത്. ഇങ്ങനെ ഫ്രെയിമാക്കി വീട്ടിലിട്ട് വെക്കാന്ന്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എടുത്തു വെച്ച സേവിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മള് സാധനങ്ങളൊക്കെ കയറ്റി മേലെ വെക്കാൻ പോവാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ